ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എനിക്ക് ഒരു കാര്യം പറയാനായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ജനപ്രിയ നായകൻ്റെ ഒരു സിനിമ കാണുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദിലീപിൻ്റെ മൂവി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഏതാ ദിലീപിൻ്റെ മൂവി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, അത് ബബ്ബബ തന്നെയാണ്. എനിക്ക് തിയേറ്ററിൽ പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇന്നലെ OTTയിൽ C5ലുണ്ട് ആ പടം. അപ്പം ഞാൻ അങ്ങനെ C5ൽ ഇന്നലെ ആ പടം കണ്ടു. അപ്പോൾ പടം തുടങ്ങി ഒരു 5 മിനിറ്റേ എനിക്ക് ആ TV-ൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് പോയി ചായ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ആ പടം തീരുന്ന ഒരു 5-6 തവണ ഞാൻ ആ TV-ൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിലിം ആളുകളെ പിടിച്ചിരുത്താനുള്ളൊരു കഥ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരണം. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ കണ്ട എനിക്ക് ആ കഥ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഇനി ആ റിവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പടം ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, ദിലീപിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഉള്ള സമയം, ജാനുവരി ആ പീക്ക് ടൈമുള്ള സമയത്താണ് പടം ഇറങ്ങുന്നതും. അപ്പോൾ പ്രമോഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഗറ്റിവിറ്റിയും ഡീഗ്രേഡും ട്രോളുകളും ഒക്കെ ഭയങ്കരമായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ ദിലീപിൻ്റെ കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് തിയേറ്ററിൽ പടം ഇറങ്ങിയിട്ട് ആദ്യത്തെ റിയാക്ഷൻസ് ഭയങ്കരമായിരുന്നു. അതായത് ദിലീപ് ഈ വർഷം തൂക്കി, ദിലീപിൻ്റെ തിരിച്ചുവരവ്, എല്ലാവർക്കുള്ള തിരിച്ചടി, ദിലീപും മോഹൻലാലും പൊളിച്ചടുക്കി എന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ട് റിയാക്ഷൻസ്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഫാൻസിൻ്റെ റിയാക്ഷൻസ് ആയിരിക്കുമെന്ന്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത് ഒരു ആവറേജ് പടമായിരിക്കുമെന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. കാരണം അതിന് മുന്നേ ഇറങ്ങിയത് പ്രിൻസ് ആയിരുന്നു തോന്നുന്നല്ലേ ദിലീപിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. കാരണം ഒരു ദിലീപ് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് കോമഡി ആണ്, പിന്നെ കുറച്ച് ഫാമിലി സംഭവങ്ങൾ. അപ്പോൾ പ്രിൻസ് എനിക്ക് തോന്നുന്നു നല്ലൊരു മൂവിയായിരുന്നു. ഫസ്റ്റ് തൊട്ട് ഒടുക്കം വരെ ആളുകളെ പിടിച്ചിരുത്താനുള്ള ഒരു സാധനം അതിലുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അതായത് അതിനു മുന്നേ ഇറങ്ങിയ ദിലീപിൻ്റെ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം പ്രിൻസ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ആ ബബ്ബബ കാണണമെന്ന് വിചാരിച്ചത്. ഒരു ആവറേജ് പടമായിരിക്കും. കാരണം നമുക്കറിയാം മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അങ്ങനെ കുറേ നല്ല നല്ല ആളുകൾ അതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അതിലുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, സാധാരണക്കാരായ ഒരു ജനം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കഥയിൽ എങ്ങനെ ഇവർ പെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു കഥ എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ മാധ്യമപ്രവർത്തകർ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പോലെ മലയാളത്തിൽ തിരക്കഥ ദാരിദ്ര്യമുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. നല്ല നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. അതായത് നൂറിൻ ഷെരീഫും നടിയും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡുമാണ് ഈ തിരക്കഥ സംഭാഷണം ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇങ്ങനൊരു പടം എഴുതാൻ പറ്റി, എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ദിലീപ്, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, അതുപോലെ ധ്യാന് ഒക്കെ ഇത്തരം കഥകൾ കേട്ടിട്ട് എങ്ങനെ അവർ ഇതിൽ അഭിനയിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ദിലീപിൻ്റെ ഒരുപാട് നല്ല മൂവികൾ നമുക്കറിയാം, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂവികളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും ഒക്കെ ഉണ്ട്, നല്ല മൂവികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവരെന്തിന് ഇത്തരം പടങ്ങൾ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രോബ്ലംസ് ഉണ്ടോ? അതായത് ക്യാഷ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ടോ? അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ എന്തിന് ഇത്തരം കഥകൾ ചൂസ് ചെയ്ത് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഥ ഇപ്പോൾ സിനിമയില്ലെങ്കിൽ അഭിനയിക്കണ്ട, അവരുടെ ഒരുപാട് പടങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ, ആ പേരിൽ അവർ നിലനിൽക്കുമല്ലോ. ഇത്തരം പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ വീണ്ടും വില കളയുകയല്ലേ ചെയ്യുന്നത്. അതായത് നെഗറ്റീവ് സംഭവം ഇമേജല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അതിപ്പോൾ മോഹൻലാലിൻ്റെ കേസാണെങ്കിൽ പോലും അപ്പോൾ അവർക്കിടയിലേക്ക് നല്ല കഥകൾ വരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം നല്ല കഥകളിലൊക്കെ അഭിനയിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം കുറേ നല്ല നല്ല ഇപ്പോഴത്തെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. അവരെയൊക്കെ വെച്ചിട്ടാണ് നല്ല മൂവികൾ ഇറങ്ങുന്നത്. പക്ഷെ നമ്മൾ സൂപ്പർ സ്റ്റാർസിൻ്റെ മൂവി എന്ന് പറയുന്നത് കുറേയൊക്കെ ഇങ്ങനെ
അവരുടെ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ഷൻസ്, എന്താ പഞ്ചിങ്, അതൊക്കെ കുത്തി നിറച്ചിട്ട് അവർ കഥ എഴുതുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ദിലീപ് ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഇതിൽ അഭിനയിപ്പിക്കണം, അതുകൊണ്ട് ഇവർക്ക് ഇത്രയും സാധനങ്ങൾ വേണം, ഈ പഞ്ച് വേണം, അതൊക്കെ വെച്ചിട്ടാണ് ഇവർ കഥ എഴുതുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം കഥ എഴുതുമ്പോൾ നമ്മൾ ഇപ്പം എന്താ പറയുക, മമ്മൂട്ടിയൊക്കെ ഇപ്പം അടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ വെച്ച് പടം എഴുതരുത് എന്നുള്ളത്, കഥാപാത്രത്തെ വെച്ചിട്ട് എഴുതണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ കഥ, നമുക്ക് ഒരു കഥ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ശ്രീനിവാസൻ്റെ കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അത്തരം സിനിമകൾ അല്ല കഥകൾ വരുമ്പോൾ അഭിനയിച്ചാൽ മതിയല്ലോ ഇത്തരം ആളുകൾ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെറുതെ എന്തിനാ അത്തരം പടങ്ങളിൽ അഭിനയിച്ചിട്ട് എന്താ പറയേണ്ടത്, പേര് കളയുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ സിനിമയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റിയാസ് ഖാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു പോർഷനാണ് പുള്ളിക്കാരന് കൊടുത്തിരിക്കുന്നത്. എന്തിനാ കൊടുത്തതെന്ന് ഉള്ളതാണ് ഭയങ്കര കോമഡിയായി, ബട്ടർഫ്ലൈ എന്ന് പറയാം, ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. എന്തിനോ വന്നിട്ട് എന്തോ ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു. പിന്നെ അതിൽ തന്നെ എന്താ തൃശ്ശൂർ പൂരം പോലെയൊക്കെ ലൈറ്റിങ്ങും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ പറയണ്ട, എന്തൊക്കെയോ ആകെ. അപ്പോൾ ഒരു ഫിലിമിനെ കുറിച്ച് നമ്മൾ ഇത്രയും നെഗറ്റീവ് പറയാൻ പാടില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ്, ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടാണ് ഒരു സിനിമ ജനിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിഗ്രേഡ് എങ്കിലും ഒരു സാധാരണക്കാരൻ, ഇപ്പം നമുക്ക് തിയേറ്ററിൽ ഒരു പടം കാണണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം, സാധാരണ പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് ഒരു സാധാരണക്കാരൻ ഒരു പടം കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് അതിൽ കൊടുക്കണ്ടേ? അങ്ങനെ ഒരു ബാധ്യത അവർക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരു ദിലീപ് മൂവി അല്ലെങ്കിൽ മോഹൻലാൽ മൂവി ഇത്രയും വലിയ വലിയ നായകന്മാർ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും അത് കൊടുക്കണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര സൗന്ദര്യമില്ലാത്ത ഒരു നായകനായാലും നായികയായി കഴിഞ്ഞാലും അവരുടെ മാനറിസം, അതുപോലെ തന്നെ അവരുടെ സ്റ്റൈലിംഗ് ഒക്കെ, അവരുടെ ആക്ടിംഗ് ഒക്കെ നമ്മൾ കണ്ടിരിക്കും. നല്ലതാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ കണ്ടിരുന്നു പോകും. എന്ത് പൊട്ട സാധനമാണെങ്കിലും അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് രസമാണെങ്കിൽ. പക്ഷെ എനിക്ക് ഇവിടെ എന്തോ എന്നാന്ന് അറിയത്തില്ല, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദിലീപിൻ്റെ ഹെയർ സ്റ്റൈലാണെങ്കിലും സ്കിന്നാണെങ്കിലും ബോഡി ആണെങ്കിലും ആ വേഷമാണെങ്കിലും ഒക്കെ എനിക്ക് അതിങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കരമായിട്ടൊരു അരോചകം, അതായത് ഒരു മോശമായിട്ട് തോന്നി. ദിലീപ് എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളൊരു എന്തോ അയ്യേ എന്ന്, നമുക്ക് അങ്ങനെ ഒരാളെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ആ പടം കാണുമ്പോൾ എന്നറിയത്തില്ല. നമ്മളിങ്ങനെയൊന്നല്ല ഇത്രയും നല്ല നായകന്മാരെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെയോ അതിൽ കുറേയൊക്കെ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ദിലീപിൻ്റെ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡബിൾ മീനിങ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. അവരെന്താണ് ഈ കഥ കൊണ്ട്, ഇവർ നൂറി ഷെരീഫ് അവരൊക്കെ എന്താണ് ഇത് കഥ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. പടം ഒന്നും കൂടി കണ്ടാലോ, ഇരുന്നിട്ട് കഥ ഒന്നും കൂടി മനസ്സിലാക്കിയാലോ, ഇനിയിപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണോ, ഞാൻ പടം കണ്ടതിൻ്റെ മിസ്റ്റേക്കാണോ, എനിക്ക് മനസ്സിലാവാത്തതാണോ എന്ന് വിചാരിച്ച് ഒന്നും കൂടി കണ്ടാലോ എന്നവരെ ചിന്തിച്ചു. പക്ഷേ കാണാനുള്ള ത്രാണി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ദിലീപ് ഫാൻസൊക്കെ എന്നെ എറിഞ്ഞ് കൊന്നു കളയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് പറയാണ്ടിരുന്നത്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇത്രയും വലിയ നായകന്മാർ ഇത്തരം കഥകളൊന്നും കഥ കേട്ടിട്ട് ചെയ്തതാണോ കേൾക്കാതെ ചെയ്തതാണോ എന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത്രയും നല്ല മൂവികൾ ചെയ്തു വന്ന ഒരാൾക്ക് ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് ഫ്ലോപ്പാവും, ഇത് എന്ത് കഥ എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫിലിം ചെയ്തവരാണെങ്കിൽ ഓക്കെ, അവർക്ക് കഥ ചൂസ് ചെയ്യാൻ അറിയില്ല, ഏതെങ്കിലും ഒരു പടം അതിന് ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇങ്ങനെ ആയിരക്കണക്കിന് നൂറുകണക്കിന് സിനിമകൾ ചെയ്ത് ഇവർക്ക് എങ്ങനെ ഇങ്ങനെയൊരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ പടങ്ങളിൽ അഭിനയിച്ച് സ്വന്തം വില കളയരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ പറയും, ഓ ഇത്രയും പേര് വളർന്നു വന്നവർക്ക് ഇനി എന്താ കളയാനുള്ളതെന്ന് ചോദിക്കും. പക്ഷെ എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇവരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഇത്തരം പടങ്ങളല്ല, നല്ല മൂവികൾ
നല്ല, അല്ലെങ്കിൽ നല്ല തിരക്കഥാകൃത്ത്, നല്ല സംവിധായകന്മാർ, സൂപ്പർ സ്റ്റാറുകൾക്ക് നല്ല കഥകൾ കൊണ്ടുകൊടുക്കുക, അവരെ അഭിനയിക്കട്ടെ. അവരുടെ തിരിച്ചുവരവ്, ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെ ഒക്കെ നല്ലൊരു തിരിച്ചുവരവ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കഥകൾ, പണ്ടത്തെ ആ നല്ല നല്ല കഥകളുണ്ടല്ലോ ഇപ്പോഴും മനസ്സിൽ തട്ടുന്ന, അത്തരം കഥകളിൽ ഇപ്പോഴും അവരെ പോലത്തെ ആൾക്കാരെ നമ്മൾ കാണുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അത്തരം കഥകൾ അവരെ തേടിയെത്തട്ടെ എന്ന് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.